ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിലെ പാമ്പാടിയിൽ വെള്ളൂർ എന്ന സ്ഥലത്ത് 5-ാം വാർഡിൽ കാട്ടാകുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് ചരിത്ര പ്രധാനമായ ഒരു സ്ഥലത്താണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. പാമ്പാടി വില്ലേജ് സർവേ പാമ്പുരംപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇത് ചരിത്ര പ്രധാനമായ ഒരു സ്ഥലമാണ്. ഞങ്ങളുടെ കുടുംബക്ഷേത്രമായ കാട്ടാകുന്ന് മലമ്പതിയെ ബേസ് ചെയ്തുള്ളൊരു പാറയാണിത്. ഇവിടെ പണ്ട് നരബലി രാജാക്കന്മാരുടെ ഭരണകാലത്ത് നരബലി നടത്തിക്കൊണ്ടിരുന്നതെന്ന് പറയപ്പെടുന്നു. ഞങ്ങളുടെ അച്ഛൻ അപ്പൂപ്പന്മാർ പറഞ്ഞുള്ള അറിവാണ് ഇതിനെക്കുറിച്ച്. ഇവിടെ അമ്പലത്തിൽ നിന്ന് ഈ നരബലി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്ലോട്ട് ആയതുകൊണ്ട് ഇവിടെ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ എരിഞ്ഞടങ്ങുന്ന സമയത്ത്, അതായത് 6 മണി നേരത്തൊന്നും ഇവിടെ പെൺകുട്ടികൾക്ക് ഒറ്റയ്ക്ക് വന്ന് നിൽക്കാനോ ഒന്നും പറ്റുകയില്ലാത്ത സ്ഥലമാണ് ഇവിടെ. അതുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത്. ഈ സ്ഥലം കണ്ടോ നിങ്ങൾ, മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇത് മൊത്തം പാറയാണ്. ഇത് ഒരൊറ്റ പാറയാണ് ഇതിങ്ങനെ കിടക്കുന്നത്. അപ്പം ഇതിനെ ബേസ് ചെയ്ത് വേറൊരു സംഭവം കൂടിയുണ്ട്, അതും ഞാൻ നിങ്ങളെ കാണിക്കാം. ഇവിടെ നരബലി നടത്തിക്കൊണ്ടിരുന്നതെന്ന് ഇവിടെ പല സമയങ്ങളിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിലൊക്കെ ഇവിടുന്ന് അലറിക്കരയുന്ന സ്വരങ്ങളും ഒക്കെ നമുക്ക് ചിലപ്പം കേൾക്കാൻ സാധിക്കും. ചില പന്തങ്ങളൊക്കെ വന്ന് നമ്മുടെ ആകാശത്തൂടെ വന്ന് താഴുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് വിശ്വാസമില്ലായിരുന്നു. പക്ഷെ നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ നമുക്കത് വിശ്വസിക്കേണ്ടതായിട്ട് വന്നു. ഇനി ഞാൻ നിങ്ങളെ വേറൊരു സ്ഥലവും കൂടെ കാണിക്കാം. ഇതിനെ ബേസ് ചെയ്തുള്ള സ്ഥലമാണ്. ഹലോ ഗൈസ്, പാമ്പുരംപാറ എന്ന പേര് ഈ പാറയ്ക്ക് വന്നതിന് പിന്നിലൊരു രഹസ്യമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ്, ഇത് നിങ്ങൾ കാണുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഇപ്പോൾ ഇവിടെ വഴിയാത്രയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത്. ഇത് വേറൊരു ആളുടെ പറമ്പാണിത്. ഇതിങ്ങനെ കണ്ടോ, നല്ല മിനുസമായിട്ട് കിടക്കുന്നത്. ഇതിങ്ങനെ മുന്നോട്ട് ഉണ്ട്. പറഞ്ഞു ഈ കുഴി കണ്ടോ, ഈ കുഴി സ്വല്പം അങ്ങോട്ട് ഇറങ്ങിപ്പോകാം. ഈ കുഴി കണ്ടോ, ഈ കുഴിയിൽ പാമ്പുരംപാറയാണ്. ഇത് പാമ്പാണ്, പെരുമ്പാമ്പ്, മലമ്പാമ്പ് എന്ന് പറയുന്നത് പെരുമ്പാമ്പ്. ഇവിടെ പണ്ട് ഒരു 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വരികയും ഞങ്ങളുടെ കുടുംബക്ഷേത്രമായ ആദിവാസി അമ്പലത്തിൽ നിന്ന് ഈ പാറ വഴി വരികയും പിന്നെ ആടിനെയോ പശുവിനെയോ ഏതാണ്ട് അത് വിഴുങ്ങിയിട്ട് ഇവിടെ വന്ന് അത് തല തല്ലി ചത്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ തല വീണ് കുഴിഞ്ഞ ഭാഗമാണ് ഇവിടെ. ഇത് പല യൂട്യൂബർമാരും ഇവിടെ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് എങ്കിലും, പക്ഷേ ഇതുപോലെ ചരിത്രപരമായിട്ട് ആരും ഇവിടെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ചരിത്രം. പാമ്പുരംപാറയുടെ ചരിത്രം ഇതാണ്. ഇവിടെ പാമ്പുരംപാറയിൽ പാമ്പ് കാട്ടാകുന്ന് മലമ്പതിയിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ തലയല്ലി ചത്തു എന്നാണ് ചരിത്രം. അങ്ങനെ ഇത് പാമ്പുരംപാറയായി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഇത് രണ്ടുമാണ് പാമ്പുരംപാറയെ സംബന്ധിച്ചുള്ള ചരിത്രം. ഇത് ഞാൻ താമസിക്കുന്നത് തൊട്ട് മുറ്റത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഞങ്ങൾ വന്നിട്ട് തന്നെ ഏകദേശം ഒരു 30 മിനിറ്റോളമായി. അപ്പം നമുക്ക് വീട്ടിലുള്ളതുകൊണ്ട് പോകണം. കാലാവസ്ഥ മോശമാണ്. ഞങ്ങളുടെ ഈ കുടയൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. അവനുണ്ട്, കൊച്ചുണ്ട്. ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് വലിയ അഭിപ്രായങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ പറയാത്തതിൽ കൂടുതൽ നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ UDF കാരി എന്നുള്ള ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ എന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾ
എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീണ്ടും അടുത്ത വേറൊരു വീഡിയോയുമായിട്ട് വരും വരെ എല്ലാവർക്കും നമസ്കാരം. ഓക്കെ.